സഖാവ് അഴീക്കോടൻ കൊല ചെയ്യപ്പെടുമ്പോൾ പിറ്റേ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തൃശ്ശൂർ പ്രീമിയർ ലോഡ്ജിൽ ചേരുവാൻ പോവുകയാണ്. സഖാവ് EMS അതിൽ പങ്കെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും അതിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ വെച്ച് നവാബ് രാജേന്ദ്രൻ്റെ കയ്യിലുള്ള ഈ കത്തിൻ്റെ പുറകിൽ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഒപ്പുവെച്ച് തിങ്കളാഴ്ച നടക്കുന്ന അസംബ്ലിയിൽ സഖാവ് EMS അത് സ്പീക്കർക്ക് കൊടുത്തുകൊണ്ട് കെ കരുണാകരനോട് രാജിവെക്കാൻ സ്പീക്കറോട് ആവശ്യപ്പെടാൻ അദ്ദേഹം ആവശ്യപ്പെടും. സ്പീക്കർ അത് നിരസിച്ചാൽ സഖാവ് EMS ആ കത്തുമായി കേരള ഹൈക്കോടതിയെ സമീപിക്കും. അങ്ങനെ ചരിത്ര സത്യങ്ങൾക്ക് ഒട്ടേറെ സാധ്യതകളുള്ള ആ നിർണായക യോഗം നടക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് സഖാവ് അഴീക്കോടൻ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നവാബ് രാജേന്ദ്രൻ പറഞ്ഞത്, ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കെ കരുണാകരൻ രാജിവെച്ചൊഴിയേണ്ടി വരും. അതൊരു വശത്ത്. പക്ഷെ ഒരു കാര്യം, 20 സാക്ഷി, എൻ്റെ 40 പേജുള്ള സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ 20 സാക്ഷികളുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അഴീക്കോടൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയിരുന്ന മുഴുവൻ വസ്തുക്കളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഒന്നും തന്നെ ഈ കത്തില്ല. ഈ കത്ത് എവിടെ പോയി? പിറ്റേ ദിവസം ഹാജരാക്കുമെന്ന് EMS ഉറപ്പ് നൽകിയ കത്താണ്. അത് അഴീക്കോടൻ രാഘവൻ്റെ ബാഗിലുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സഖാവ് EMS ഈ കത്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഉറപ്പ് നൽകിയത്. പക്ഷെ ആ കത്ത് ഇവിടെ ഹാജരാക്കപ്പെട്ടില്ല. അത് ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. ആ കത്തിനെ കുറിച്ച് കത്തെവിടെ പോയി? ബാഗിലുള്ള എല്ലാ സാധനങ്ങളും അതെൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്, അവിടെ ഹാജരാക്കി. ഇതിൽ പ്രതികൾക്ക് നാമമാത്രമായ ശിക്ഷയാണ് കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. ഉള്ളൂർ കായലിൽ ഡേവീസിൻ്റെ മൃതശരീരം പൊന്തുന്നു. ഒട്ടേറെ സംഭവ വികാസങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിക്കുന്നു. 9/15 അദ്ദേഹം ഇവിടെ കുത്തേറ്റ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ആദ്യമായി കാണുന്നത് അന്ന് ഈ ഞാൻ നിൽക്കുന്ന എൻ്റെ മുന്നിലായിട്ട് 7up എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടൽ പിന്നീട് XX ആയി. ഇന്ന് ആ ഹോട്ടൽ അവിടെയില്ല. അവിടുത്തെ പണ്ടാരിയായിരുന്ന കുഞ്ഞമ്പു നമ്പ്യാർ അഴീക്കോടൻ്റെ അയൽവക്കക്കാരനും സഖാവുമായിരുന്നു. ആ കുഞ്ഞമ്പു നമ്പ്യാർ ചായ കുടിക്കാൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹമാണ് അഴീക്കോടൻ്റെ മൃതശരീരം ആദ്യമായി തിരിച്ചറിഞ്ഞത്. അദ്ദേഹം അവിടെ നിന്നും ഏതാനും മീറ്ററുകൾ അപ്പുറത്തുള്ള KK ശ്രീധരൻ്റെ ഇലക്ട്രിക് കടയിൽ ചെന്നു. സംഘടനാ കോൺഗ്രസ്സുകാരനായ KK ശ്രീധരനോട് പറഞ്ഞു, ശ്രീധരേട്ട, അഴീക്കോടനെ ആരോ കുത്തിക്കൊന്നു. അന്നത്തെ KK ശ്രീധരനാണ് പോലീസിൽ വിവരമറിയിക്കുന്നത്. അങ്ങനെ KK ശ്രീധരനാണ് അന്ന് പോലീസിൽ വിവരമറിയിക്കുന്നത്. SP-യും കൂട്ടരും ഇവിടെ വന്നു. പക്ഷേ 12 മണിക്കാണ് ഡെഡ് ബോഡി ഇവിടെ നിന്നും നീക്കം ചെയ്തത്. അതുവരെ അദ്ദേഹം ചോര വാർന്നൊലിച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. മൂന്നാമത് ഇവിടെ വന്ന ഒരേ ഒരാൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന സഖാവ് MP വീരേന്ദ്രകുമാറായിരുന്നു. അദ്ദേഹം പിറ്റേ ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രീമിയർ ലോഡ്ജിൽ താമസിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു. അഴീക്കോടിൻ്റെ മൃതശരീരം കണ്ടു. ശ്രീധരനോട് ചോദിച്ചു, ശ്രീധര, പോലീസിൽ വിളിച്ചു പറഞ്ഞു. എന്തു സംഭവിച്ചു? പോലീസ് വന്ന് നോക്കിപ്പോയി. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ ആസ്പത്രിയിൽ കൊണ്ടുചെന്നാക്കിയപ്പോൾ ആ ഡെഡ് ബോഡിക്ക് മുമ്പിൽ ഒരേയൊരു CPM-കാരൻ നിറഞ്ഞ കണ്ണുകളോടുകൂടി നിന്നിരുന്നു. അത് സഖാവ് MK കണ്ണനായിരുന്നു. LC സെക്രട്ടറി ആയിരുന്നു അന്ന് സഖാവ് MK കണ്ണൻ. ആ MK കണ്ണനാണ് അന്ന് ആ ഡെഡ് ബോഡിക്ക് കാവൽ നിന്നത്. ഈ സംഭവത്തിന് ശേഷം ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിച്ചു. ഈ സംഭവത്തിന് പ്രേരകമായിട്ടുണ്ടെന്ന് പറയുന്ന 2 ഘടകങ്ങളിൽ മറ്റൊരു ഘടകം തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിൽ AVRൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻ്ററിൻ്റെ ട്രേഡ് യൂണിയനായ കേരള ട്രേഡ് യൂണിയൻ ഫ്രണ്ട് KTUF-ഉം CITU-യും തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ആര്യൻ ഗ്രൂപ്പിൽപ്പെട്ട 5 പേരെ കുത്തേൽക്കുകയുണ്ടായി. ആ സംഭവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻ്റർ തൃശ്ശൂർ ടൗണിൽ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ഈ സംഭവം നടക്കുന്ന അന്ന് മറ്റൊരു വാർത്ത കൂടി പരന്നു. ആ വാർത്ത സത്യവിരുദ്ധമായിരുന്നു. അതായത് അഴീക്കോടൻ രാഘവൻ ഇന്ന് ഇവിടെ വന്ന് വണ്ടിയിറങ്ങുന്നതിന് മുമ്പ്
AV ആര്യൻ മംഗലം ഡാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുതിരാളിൽ വെച്ച് അദ്ദേഹത്തെ കൊല ചെയ്യാൻ സാധ്യതയുണ്ട്. അത് സത്യവിരുദ്ധമായൊരു റിപ്പോർട്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കാട്ടുതീ പോലെ പരന്നു. കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻ്ററിൻ്റെ ആശേരിക്കുന്നത്തും പരിസരത്തുമുള്ള ആയിരക്കണക്കിന് സഖാക്കളോട് ഒന്നിച്ചുകൂടി. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻ്ററിൻ്റെ നേതാക്കളായിരുന്ന ഇഗ്നേഷ്യസും ശശിധരനൊക്കെ അവരോട് പറഞ്ഞു, ആര്യനൊരു കുഴപ്പവുമില്ല, ആര്യൻ സുരക്ഷിതമായിട്ട് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഇവിടെ തങ്കരാജൻ്റെ കള്ളുഷാപ്പ് എന്ന് പറഞ്ഞൊരു കള്ളുഷാപ്പ് ഉണ്ടായിരുന്നു. ആ കള്ളുഷാപ്പിൻ്റെ മുന്നിൽ നിന്നിരുന്ന 50ഓളം പേരാണ് അവശേഷിച്ചത്. 1000 പേരുണ്ടായിരുന്നത് 50ആയി ചുരുങ്ങി. ആ 50 പേരും കുറെ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി. അപ്പോൾ അഴീക്കോടൻ ചോരയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വേച്ചു നടന്നു. ഈ സമയത്താണ് 3 പേര് ഇരുട്ടിൻ്റെ മറവിൽ അഴീക്കോടൻ രാഘവൻ്റെ പരിസരത്ത് വരുന്നത്. എൻ്റെ പിന്നിലുള്ള ഈ സ്ഥലം മൊയലൻ തോമസിൻ്റേതാണ്. തൊട്ടപ്പുറത്തെ സ്ഥലം ഗുഡ് ലക്ക് പ്രസ്സായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കുട്ടപ്പഞ്ചേട്ടൻ്റെ ബാർബർ ഷോപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് PMA ഫ്രൂട്ട് സ്റ്റാളാണ്. ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. അപ്പോൾ ഈ 3 പേരിൽ ഒരാൾ പ്രതിയുണ്ടായിരുന്നു, മറ്റ് 2 പേരും ഉണ്ടായിരുന്നു. ആ 3 പേരിൽ ഒരാളാണ് ഇടത് ചെവിക്ക് താഴെ അദ്ദേഹത്തിന് കുത്തിയത്. മർമ്മം നോക്കി എന്നോട് സഖാവ് കണ്ണൻ പറഞ്ഞത്, അതായത് 1/2 ഇഞ്ചോളം കടാരി അദ്ദേഹത്തിൻ്റെ ഇടത് ചെവിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അപ്പം സമർത്ഥമായൊരു കുത്ത് തന്നെയാണ് നടന്നത്. പക്ഷെ പ്രതികൾക്ക് കിട്ടിയതോ നാമമാത്രമായ ശിക്ഷ. ഈ ശിക്ഷ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പീൽ പോയില്ല. രണ്ടാമത്തെ കാര്യം, ഈ സംഭവത്തിന് ശേഷം ഈ കത്ത് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അഴീക്കോടൻ രാഘവൻ മരിച്ചു എന്ന് കരുതി കത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പക്ഷെ കത്ത് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇന്നും ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഏകദേശ വിവരം.